അന്ധകാരത്തിന്റെ ആ ശവക്കല്ലറയിൽ മണ്ണും പുഴുക്കളും നിറഞ്ഞ ആ ഇടുങ്ങിയ ചുമരുകൾക്കിടയിൽ യുഗങ്ങളോളം നിങ്ങൾ തനിച്ചായിരുന്നു. പെട്ടെന്ന് സർവ്വചരാചരങ്ങളെയും പിടിച്ചുലയ്ക്കുന്ന ആ ഭീകരമായ ഗർജന മുഴങ്ങുന്നു. അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് ഇസ്രാഫീൽ അലൈഹിസലാം രണ്ടാമത്തെ സൂർ മുഴക്കിയിരിക്കുന്നു. നിങ്ങളുടെ മുകളിലുള്ള മണ്ണ് പിളരുന്നു. നിങ്ങൾ പ്രാണവായുവിനായി വെപ്രാളപ്പെട്ട് മണ്ണിൽ നിന്ന് തലയുയർത്തുന്നു. ഒരു നിമിഷം നിങ്ങൾ ചുറ്റും നോക്കൂ. കണ്ണെത്താ ദൂരത്തോളം കോടാനുകോടി മനുഷ്യർ. മണ്ണിൽ നിന്ന് ഒരു ഉറുമ്പിൻ കൂട്ടത്തെ പോലെ മനുഷ്യർ ഓരോരുത്തരായി മുളച്ചുവരുന്നു. ആദം നബി അലൈഹിസലാം മുതൽ ലോകാവസാനത്തെ ആ കുട്ടി വരെ അതാ അവിടെ ഹാജരായിരിക്കുന്നു. നിങ്ങളുടെ മക്കളതാ അങ്ങേയറ്റത്ത് ഭയന്ന് കരയുന്നു. പക്ഷേ നിങ്ങൾക്കവരെ തിരിഞ്ഞു നോക്കാൻ പോലും ഭയം അനുവദിക്കുന്നില്ല. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ കടന്നുപോകുന്നു. പക്ഷേ അവർക്ക് നിങ്ങളെ അറിയില്ല. ഓരോരുത്തരും തങ്ങളുടെ വിധി എന്താകുമെന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്. നാം ദുനിയാവിൽ സ്നേഹിച്ചവരൊക്കെ അന്ന് അന്യരായി മാറുന്നു. ആകാശം ചെമ്പ് ഉരുക്കിയതുപോലെ ചുവന്നു തൊടുത്തിരിക്കുന്നു. നക്ഷത്രങ്ങൾ വെളിച്ചം കെട്ടുതിർന്നു വീഴുന്നു. പർവ്വതങ്ങൾ കടഞ്ഞ കമ്പിളി പോലെ വായുവിൽ പാറി നടക്കുന്നു. നാം പടുത്തുയർത്തിയ ഈ അഹങ്കാരത്തിന്റെ ലോകം ഇന്ന് വെറും ഒരു പുകപടലം മാത്രം. നിങ്ങളുടെ ആത്മാവിനെ വിറകുള്ളിക്കുന്ന ആ മഹാസത്യങ്ങളിലൂടെ നമുക്ക് കടന്നുപോകാം. ഇത് വെറുമൊരു കഥയല്ല, നിങ്ങളുടെ നാളത്തെ രേഖയാണ്. അവസാന നിമിഷം വരെ ഈ വാക്കുകൾ ശ്രദ്ധിക്കുക. കാരണം ഇതിൽ നിങ്ങളുടെ ആഖിറത്തിന്റെ വിധി ഒളിഞ്ഞിരിപ്പുണ്ട്. മണ്ണിൽ നിന്ന് എഴുന്നേറ്റ നിങ്ങൾ ഇപ്പോൾ ആ വിസ്തൃതമായ വെള്ള സമതലത്തിലാണ്. കുന്നുകളോ താഴ്വരകളോ ഇല്ലാത്ത, ഒളിക്കാൻ ഒരു കല്ലിന്റെ മറ പോലും ഇല്ലാത്ത സഹിറ എന്ന വെള്ള മൈതാനം. ഇതിനെ ഖുർആൻ വിശേഷിപ്പിച്ചത് വെള്ളിയേക്കാൾ വെളുത്ത, അടയാളങ്ങളില്ലാത്ത ഭൂമിയെന്നാണ്. നാം ഇന്ന് ദുനിയാവിൽ വെച്ച് അഹങ്കരിച്ച നമ്മുടെ ആഡംബര വാഹനങ്ങളോ ബംഗ്ലാവുകളോ പദവികളോ ഒന്നും അന്ന് നിങ്ങളുടെ കൂടെയില്ല. നബി പഠിപ്പിച്ചതുപോലെ മനുഷ്യൻ അന്ന് പൂർണ്ണ നഗ്നനായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ന് ഒരു വിമാനത്താവളത്തിലോ റെയിൽവേ സ്റ്റേഷനിലോ നഗ്നനായി നിൽക്കേണ്ടി വന്നാൽ നിങ്ങൾ എത്രമാത്രം ലജ്ജിക്കും. എന്നാൽ അന്ന് ആ ലജ്ജയേക്കാൾ വലുത് ഭയമായിരിക്കും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പേടിയോടെ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, പുരുഷന്മാരും സ്ത്രീകളും പരസ്പരം നോക്കില്ലേ? ആ നഗ്നത ലജ്ജയുണ്ടാക്കില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി നിങ്ങളെ ചിന്തിപ്പിക്കട്ടെ. ആയിഷ തന്റെ അവസ്ഥയെക്കുറിച്ചുള്ള ഭയം കാരണം മറ്റൊരാളെ നോക്കാൻ കഴിയാത്ത വിധം അത്രയും വലിയ ഭീകരതയിലായിരിക്കും അന്ന് ഓരോ മനുഷ്യനും. നിങ്ങൾ നിൽക്കുന്ന ഭൂമി പോലും ചുട്ടുപഴുത്ത ചെമ്പുപോലെ ചൂടാകും. കാൽപാദങ്ങൾ വെന്തുരുകുന്നു. നിങ്ങൾ ഒരു തണലിനായി ചുറ്റും നോക്കുന്നു. പക്ഷേ കിലോമീറ്ററുകളോളം പരന്നുകിടക്കുന്ന ആ വെള്ള മൈതാനത്ത് ഒരു മരം പോലുമില്ല, ഒരു തുള്ളി വെള്ളമില്ല. വിശപ്പും ദാഹവും നിങ്ങളെ തളർത്തുന്നു. ഭയത്താൽ നിങ്ങളുടെ മിഴികൾ തലയോട്ടിയിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. മലക്കുകൾ ആകാശത്തിന്റെ ഓരോ തട്ടുകളിൽ നിന്നും വരിവരിയായി ഇറങ്ങിവന്നു മനുഷ്യരെ വളയുന്നു. ആ ഭയാനകമായ നിശബ്ദതയിൽ അല്ലാഹുവിന്റെ വിധി കാത്ത് നിങ്ങൾ വിറച്ചു നിൽക്കുന്നു. ഓരോ മലക്കും ഓരോ ഭീമാകാരമായ രൂപത്തിൽ നിങ്ങളെ ചുറ്റി നിൽക്കുന്നു. മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങൾ പോലും അന്ന് ഹാജരാക്കപ്പെടും. കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അന്ന് അതിന് നീതി നടപ്പാക്കപ്പെടും. മൃഗങ്ങൾക്ക് നീതി നൽകിയ ശേഷം അല്ലാഹു കൽപ്പിക്കും, നിങ്ങൾ മണ്ണായി മാറുക. അപ്പോൾ പാപികളായ മനുഷ്യർ ആ മൃഗങ്ങളെ നോക്കി വിലപിക്കും, യാ ലൈത്തനി കുന്തു തുറാബ, ഞാനും ആ മൃഗങ്ങളെപ്പോലെ മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. കാരണം മണ്ണായി മാറുന്ന മൃഗങ്ങൾക്ക് പിന്നീട് വിചാരണയോ നരകമോ ഇല്ല. പക്ഷേ നിങ്ങൾക്കതിൽ ഒരു ഭീകരമായ തുടക്കം മാത്രമാണ്. ആ മൃഗങ്ങളെപ്പോലെ മണ്ണായി മാറിയിരുന്നെങ്കിലെന്ന് നിങ്ങൾ ഓരോ സെക്കൻഡും കൊതിച്ചു പോകും. ഒരു ചെറിയ മറ പോലും അവിടെ ലഭിക്കില്ലെന്ന തിരിച്ചറിവ് നിങ്ങളെ തകർത്തുകളയും. സൂര്യൻ വെറും 1 മൈൽ അകലത്തിൽ ജ്വലിച്ചു നിൽക്കുന്നു. ഇന്ന് സൂര്യൻ കോടിക്കണക്കിന് മൈലുകൾക്കപ്പുറത്തായിട്ടും നാം ചൂട് താങ്ങുന്നില്ല. എങ്കിൽ അന്ന് ആ മൈതാനത്ത് ചൂട് സങ്കല്പിക്കുക. തലച്ചോറ് തിളച്ചുമറിയുന്ന ആ ചൂട്. ഭൂമി ഒരു ചെമ്പ് തകിട് പോലെ ചുട്ടുപഴുക്കുന്നു. ദാഹം കൊണ്ട് നിങ്ങളുടെ നാവ് വരണ്ടുണങ്ങി പുറത്തേക്ക് തള്ളുന്നു. നിങ്ങളുടെ തൊണ്ടയിൽ നിന്ന് ഒരു ശബ്ദം പോലും പുറത്തേക്ക് വരുന്നില്ല. അവിടെ മനുഷ്യർ തങ്ങളുടെ കർമ്മങ്ങൾക്കനുസരിച്ച് സ്വന്തം വിയർപ്പിൽ മുങ്ങുന്നു. സങ്കൽപ്പിച്ചു നോക്കൂ, നിങ്ങളുടെ ഓരോ പാപവും അന്ന് ദ്രാവക രൂപത്തിൽ നിങ്ങളുടെ വിയർപ്പായി പുറത്തേക്ക് വരുന്നു. ചിലർക്ക് വിയർപ്പ് കണങ്കാൽ വരെ, ചിലർക്ക് മുട്ടുവരെ. എന്നാൽ പാപഭാരം കൂടിയവർ, പ്രത്യേകിച്ച് പലിശ തിന്നവരും
പരദൂഷണം പറഞ്ഞവരും മറ്റുള്ളവരുടെ അവകാശങ്ങൾ കവർന്നവരും സ്വന്തം വിയർപ്പിൻ്റെ ആഴത്തിൽ ശ്വാസം മുട്ടും. വിയർപ്പിൻ്റെ തിരമാലകൾ നിങ്ങളുടെ മൂക്കിലേക്ക് വരെ ഇരച്ചു കയറുന്നു. നിങ്ങൾ ശ്വാസത്തിനായി പിടയുന്നു, പക്ഷേ ചുറ്റും വിയർപ്പിൻ്റെ നാറ്റം മാത്രം. മരിക്കാൻ ആഗ്രഹിച്ചു പോകും, പക്ഷേ അന്ന് മരണമെന്നൊന്നില്ല. 50,000 വർഷങ്ങളുടെ ദൈർഘ്യമുള്ള ആ ഒരു പകൽ. ഒരു നിമിഷം ചിന്തിക്കൂ, ദുനിയാവിൽ വച്ച് 10 മിനിറ്റ് വെയിലത്ത് നിൽക്കുമ്പോൾ നാം തളരുന്നു. എന്നാൽ അവിടെ സമയം നിശ്ചലമാണ്. 1000 വർഷങ്ങൾ കഴിഞ്ഞാലും ആ പകൽ തീരുന്നില്ല. ദുനിയാവിൽ വച്ച് അള്ളാഹുവിനെ ഓർക്കാൻ സമയം കണ്ടെത്താത്തവർ, നിസ്കാരത്തിനു വേണ്ടി 10 മിനിറ്റ് നിൽക്കാൻ മടിച്ചവർ അന്ന് ആ ചുട്ടുപഴുത്ത ഭൂമിയിൽ യുഗങ്ങളോളം നിൽക്കേണ്ടി വരും. ഒരു തുള്ളി വെള്ളം നൽകാൻ അവിടെ ആരുമുണ്ടാകില്ല. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അതാ ദാഹിച്ചു വലയുന്നു. നിങ്ങൾക്കും അവരെ സഹായിക്കാൻ കഴിയില്ല. നിങ്ങൾ ചെയ്ത ഓരോ ചെറിയ നന്മയും അന്നൊരു ചെറിയ തണൽ നൽകിയെങ്കിൽ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോകും. പക്ഷേ അവിടെ കൃത്രിമമായ ഒരു തണലും ബാക്കിയുണ്ടാകില്ല. വിയർപ്പിൻ്റെയും രക്തത്തിൻ്റെയും ഗന്ധം ആ മൈതാനത്തെ ശ്വാസം മുട്ടിക്കും. ആ കഠിനമായ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ല. ആ തണലിലിരിക്കുന്ന ചില പ്രത്യേക വിഭാഗങ്ങളെ നിങ്ങൾ ദൂരെ കാണുന്നു. അവർ മഹ്ശറയിലെ VIP-കളാണ്. ആ തണലിലിരിക്കാൻ അവർ ദുനിയാവിൽ വെച്ച് എന്ത് കഠിനമായ ത്യാഗങ്ങൾ സഹിച്ചുവെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നീതിമാനായ ഭരണാധികാരി. കളിക്കൂട്ടുകാർ തിന്മയിലേക്ക് ക്ഷണിച്ചപ്പോൾ തന്റെ കൗമാരവും യൗവനവും അള്ളാഹുവിൻ്റെ പള്ളിയിൽ ചിലവഴിച്ച യുവാവ്. പള്ളിയിൽ നിന്നിറങ്ങിയാൽ അടുത്ത നിസ്കാരത്തിനായി മനസ്സ് പള്ളിയിൽ തങ്ങി നിൽക്കുന്ന വിശ്വാസി. യാതൊരു ഭൗതിക ലാഭങ്ങളുമില്ലാതെ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രം പരസ്പരം സ്നേഹിച്ച സുഹൃത്തുക്കൾ. സുന്ദരിയായ സ്ത്രീ തിന്മയിലേക്ക് ക്ഷണിച്ചപ്പോൾ ഞാൻ പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു മാറി നിന്നവൻ. വലതുകൈ നൽകുന്നത് ഇടതുകൈ അറിയാത്ത വിധം സോഷ്യൽ മീഡിയയോ നാട്ടുകാരോ അറിയാതെ ദാനം ചെയ്തവൻ. അർദ്ധരാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ ആരും കാണാതെ റബ്ബിനെ ഓർത്ത് ഭയത്താലും സ്നേഹത്താലും കണ്ണുനീർ വാർത്തവൻ. നിങ്ങളുടെ സ്മാർട്ട് ഫോണിലെ അശ്ലീല കാഴ്ചകളിൽ നിന്ന് അള്ളാഹുവിനെ ഭയന്ന് മാറി നിൽക്കുന്ന യുവാവിന് അന്ന് ആ തണൽ ലഭിക്കും. ഈ വിഭാഗത്തിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആ മഹ്ശറയിലെ അഗ്നിവെയിലിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ പ്രപഞ്ചത്തിൽ ആരുമുണ്ടാകില്ല. ആ തണലിലിരിക്കുന്നവരെ നോക്കി നിങ്ങളന്ന് കൊതിയോടെ കരയും. നിങ്ങളുടെ ഓരോ നിമിഷവും ഇതിനുള്ള തയ്യാറെടുപ്പാവണം. തണൽ ലഭിക്കാത്തവർ അന്ന് നഗ്നമായ അഗ്നിയിൽ നിൽക്കുന്നതിന് തുല്യമായിരിക്കും. ഒരു നിമിഷത്തെ ക്ഷമ അന്ന് യുഗങ്ങളുടെ ആശ്വാസമായി മാറുമെന്ന് നിങ്ങൾ ഓർക്കും. യുഗങ്ങൾ നീളുന്ന ആ കാത്തുനിൽപ്പിന് ശേഷം ആ ചുട്ടുപഴുത്ത ഭൂമിയിൽ 50,000 വർഷങ്ങൾ തളർന്നു നിന്നതിനു ശേഷം വിചാരണയൊന്ന് തുടങ്ങിക്കിട്ടാൻ വേണ്ടി മനുഷ്യർ ആകുലതയോടെ ഓരോ പ്രവാചകന്മാരെയായി സമീപിക്കും. നിങ്ങൾ ആ ജനക്കൂട്ടത്തോടൊപ്പം പ്രാണരക്ഷാർത്ഥം ഓടുകയാണ്. കാലുകൾ പൊള്ളുന്നുണ്ടെങ്കിലും നിങ്ങൾ നിൽക്കുന്നില്ല. ദാഹം കൊണ്ട് നാവ് വരളുമ്പോഴും നിങ്ങൾക്കൊരു രക്ഷകനെ വേണം. ഓരോ പ്രവാചകന്റെയും അടുത്തേക്ക് നിങ്ങൾ ഭ്രാന്തമായി ഓടിയെത്തുന്നു. പക്ഷെ അവരെല്ലാം അള്ളാഹുവിൻ്റെ കോപമോർത്ത് വിറയ്ക്കുകയാണ്. ആദ്യം മനുഷ്യപിതാവായ ആദം നബി അലൈഹിസ്സലാമയുടെ അടുത്തെത്തും. പിതാവേ, അങ്ങയെ അള്ളാഹു സ്വന്തം കൈകൊണ്ടല്ലേ സൃഷ്ടിച്ചത്? മലക്കുകളെ കൊണ്ട് സുജൂദ് ചെയ്യിച്ചതല്ലേ? അങ്ങേക്ക് സ്വർഗത്തിൽ ഇടം നൽകിയതല്ലേ? അള്ളാഹുവിനോടൊന്ന് പറയൂ, ഈ വിചാരണയൊന്ന് തുടങ്ങാൻ ശുപാർശ ചെയ്യൂ എന്നപേക്ഷിക്കും. അവിടുന്ന് അങ്ങേയറ്റത്തെ വിറയലോട് പറയും, എനിക്കതിന് കഴിയില്ല മക്കളെ. അള്ളാഹു ഇന്ന് മുൻപെങ്ങുമില്ലാത്ത വിധം കോപത്തിലാണ്. ഇനി മേലിൽ ഇത്തരമൊരു കോപം അവിടുന്ന് വെളിപ്പെടുത്തുകയുമില്ല. ഞാൻ ആ മരത്തിൽ നിന്ന് ഭക്ഷിച്ചു പോയല്ലോ. അന്ന് അള്ളാഹു എനിക്ക് നൽകിയ താക്കീത് ഞാൻ ലംഘിച്ചുവല്ലോ. ഇന്ന് എൻ്റെ അവസ്ഥ എന്താകുമെന്ന് എനിക്കറിയില്ല. നഫ്സി നഫ്സി, എൻ്റെ കാര്യം മാത്രം. തുടർന്ന് നിങ്ങൾ പ്രളയത്തിന്റെ നായകനായ നൂഹ് അലൈഹിസ്സലാമിനെ സമീപിക്കും. വിചാരണ തുടങ്ങാനൊന്ന് പറയൂ എന്ന് കേഴുമ്പോൾ അവിടുന്ന് പറയും, എൻ്റെ ജനതയ്ക്കെതിരെ ഞാൻ ദുആ ചെയ്തു പോയല്ലോ. അള്ളാഹുവിൻ്റെ കോപം ഇന്ന് അതിരൂക്ഷമാണ്. നഫ്സി നഫ്സി. പിന്നീട് നിങ്ങൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കാണും. ഞാൻ 3 കാര്യങ്ങൾ മറിച്ചു പറഞ്ഞു പോയല്ലോ എന്ന് അള്ളാഹുവിൻ്റെ ചങ്ങാതി പോലും ലജ്ജയോടെ ഓർക്കും. കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമയുടെ അടുത്തെത്തുമ്പോൾ അവിടുന്ന് പറയും, ഞാൻ ഒരാളെ വധിച്ചു പോയല്ലോ. അറിയാതെ സംഭവിച്ചതാണെങ്കിലും അന്ന് അദ്ദേഹം അത് ഓർത്ത് പേടിക്കും. അവസാനം റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമിനെ കാണും. തൻ്റെ അനുയായികൾ തന്നെ ദൈവമായി ആരാധിച്ചതിനെക്കുറിച്ചോർത്ത് അവിടുന്ന് വിലപിക്കും. ഓരോ പ്രവാചകനും നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് നിങ്ങളെ കൈവിടുമ്പോൾ നിങ്ങളുടെ ആ നെഞ്ചിലെ തീ ചിന്തിച്ചു നോക്കൂ. പ്രവാചകന്മാർ പോലും വിറയ്ക്കുന്ന ആ മൈതാനത്ത് പാപികളായ നാം എവിടെ പോകും? നിരാശയുടെ കാർമേഘങ്ങൾ ആ മൈതാനത്തെ പൊതിയുന്നു. ശ്വാസം കിട്ടാതെ മനുഷ്യർ പിടയുന്നു.
കോടിക്കണക്കിന് മനുഷ്യർ ഒരേ സമയം കരയുന്ന ശബ്ദം ആ മൈതാനത്തെ ഭീതിയിലാഴ്ത്തുന്നു. ആരുമില്ലേ ഞങ്ങളെ രക്ഷിക്കാൻ എന്ന ആ വിലാപം ആകാശങ്ങളിൽ ചെന്ന് തട്ടും. ആ നിരാശയുടെ അങ്ങേയറ്റത്ത് പ്രപഞ്ചം മുഴുവൻ ഒരേ ഒരു പേരിലേക്ക് കണ്ണുനടും. അത് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നാമമാണ്. ലോകാവസാനം വരെ ഒരു തുള്ളി വെള്ളത്തിനായി നിലവിളിച്ച മനുഷ്യർക്ക് അവിടുത്തെ പേര് കേൾക്കുമ്പോൾ ഒരു തണുത്ത കാറ്റ് വീശുന്ന അനുഭവം തോന്നും. ആ വലിയ മൈതാനത്തെ കാത്തുനിൽപ്പിന് അറുതിയാകാൻ പോകുന്നു എന്ന വലിയ പ്രതീക്ഷ അവിടെ നാം വെടുക്കും. ആ ഭയാനകമായ ഘട്ടത്തിലാണ് നമ്മുടെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുവരുന്നത്. മനുഷ്യരുടെ വിലാപം കേട്ട് അവിടുന്ന് പറയും, അനലഹ, അതിന് ഞാനുണ്ട്. അവിടുന്ന് അല്ലാഹുവിൻ്റെ അർഷിന് താഴെ സുജൂദിൽ വീഴും. മുമ്പാരും പുകഴ്ത്താത്ത വാക്കുകളാൽ അല്ലാഹുവിനെ സ്തുതിക്കും. ആ സുജൂദ് യുഗങ്ങളോളം നീളും. അപ്പോൾ അല്ലാഹു കൽപ്പിക്കും, യാ മുഹമ്മദ്, തല ഉയർത്തുക, ചോദിച്ചോളൂ, നൽകപ്പെടും, ശുപാർശ ചെയ്തോളൂ, സ്വീകരിക്കപ്പെടും. എന്നാൽ സുന്നി അഖീദ പ്രകാരം ഒരു കാര്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഈ ഷഫാഅത്ത് അവിടുന്ന് സ്വയമേവ ചെയ്യുന്നതല്ല, അല്ലാഹുവിൻ്റെ അനുമതിയോടെ മാത്രം സംഭവിക്കുന്ന ഒന്നാണത്. ശുപാർശ ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ തൗഹീദ് ശുദ്ധമായിരിക്കണം. ദുനിയാവിൽ വെച്ച് അല്ലാഹുവിനെ മറന്നു മരിച്ചവരോടോ മറ്റുള്ളവരോടോ ഷഫാഅത്തിനായി വിളിച്ചു തേടിയവർക്ക് അന്ന് നിരാശയായിരിക്കും ഫലം. അല്ലാഹു അനുമതി നൽകിയവർക്ക് മാത്രമേ അന്ന് ശുപാർശ ലഭിക്കൂ. അല്ലാഹുവേ, എൻ്റെ ഉമ്മത്തിന് നീ മാപ്പു നൽകണേയെന്ന് അവിടുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് പ്രപഞ്ചത്തിൻ്റെ വിചാരണ ആരംഭിക്കുന്നത്. സുന്നി വിശ്വാസത്തിൻ്റെ ഈ വലിയ പ്രതീക്ഷയാണ് അന്ന് നമ്മുടെ ഏക പിടിവള്ളി. മുത്തുനബിയുടെ ആ കരച്ചിൽ നിങ്ങളുടെ രക്ഷയ്ക്ക് കാരണമാകുമോ എന്ന് നിങ്ങൾ അന്ന് ചിന്തിച്ചു പോകും. അവിടുത്തെ സ്നേഹം അന്ന് നിങ്ങൾക്ക് തണലാകുമോ? വിചാരണ തുടങ്ങുന്നു. നിങ്ങൾ അല്ലാഹുവിൻ്റെ മുൻപിൽ ഏകനായി നിൽക്കുന്നു. നിങ്ങളുടെയും അല്ലാഹുവിൻ്റെയും ഇടയിൽ ഒരു ദ്വിഭാഷ്യതൂലുമില്ല. 5 ചോദ്യങ്ങളാണ് സൃഷ്ടാവ് നിങ്ങളോട് ചോദിക്കുക. നിന്റെ ആയുസ് എന്തിൽ ചിലവഴിച്ചു? നിന്റെ യൗവനം എന്തിൽ വിനിയോഗിച്ചു? നിന്റെ സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കി? അത് എവിടെ ചിലവഴിച്ചു? നിനക്ക് ലഭിച്ച അറിവുകൊണ്ട് നീ എന്തു പ്രവർത്തിച്ചു? നാവുകൊണ്ട് കള്ളം പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് നിങ്ങൾ കരുതിയോ? എന്നാൽ അന്ന് അല്ലാഹു നിങ്ങളുടെ നാവ് അടച്ചുപൂട്ടും. നിങ്ങളുടെ വായുകൾക്ക് അവൻ മുദ്രവെക്കും. ആ നാവുകൾക്ക് അന്ന് ചലനശേഷി ഉണ്ടാവില്ല. നാം ദുനിയാവിൽ വെച്ച് വാചാലമായി സംസാരിച്ച നാവുകൾ അന്ന് വെറും മാംസപിണ്ഡങ്ങൾ മാത്രം. നിങ്ങളെ ന്യായീകരിക്കാൻ അന്ന് വക്കീലന്മാരില്ല. നിങ്ങൾ അല്ലാഹുവിൻ്റെ മുൻപിൽ പൂർണ്ണമായും നഗ്നനായി നിൽക്കുകയാണ്. പിന്നീട് സംഭവിക്കുന്നത് നിങ്ങളെ ഞെട്ടിക്കും. നിങ്ങളുടെ കൈകൾ അല്ലാഹുവിനോട് സംസാരിക്കും. അല്ലാഹുവേ, ഈ കൈകൾ കൊണ്ടാണ് അവൻ ആ അശ്ലീല കാഴ്ചകൾ തിരഞ്ഞത്. ഈ കൈകൾ കൊണ്ടാണ് അവൻ മറ്റുള്ളവൻ്റെ മുതൽ കവർന്നത്. ഈ കൈകൾ കൊണ്ടാണ് അവൻ മറ്റൊരാളെ വേദനിപ്പിച്ചത് എന്ന് കൈകൾ വിറച്ചുകൊണ്ട് വിളിച്ചു പറയും. നിങ്ങളുടെ വിരലുകൾ സ്മാർട്ട് ഫോണിൽ ചെയ്ത ഓരോ തിന്മയും ടൈപ്പ് ചെയ്തതും സാക്ഷ്യപ്പെടുത്തും. നിങ്ങൾ നടന്ന വഴികളെക്കുറിച്ച് കാലുകൾ സംസാരിക്കും. നിങ്ങൾ ഒളിഞ്ഞു നോക്കിയ ഹറാമായ കാഴ്ചകളെക്കുറിച്ച് കണ്ണുകൾ അല്ലാഹുവിനോട് തുറന്നു പറയും. നിങ്ങളുടെ തൊലിപ്പുറന്നൽ പോലും അന്ന് നിങ്ങൾക്കെതിരെ സാക്ഷ്യം വഹിക്കും. നിങ്ങൾ നടുക്കത്തോടെ നിങ്ങളുടെ ശരീരത്തോട് ചോദിക്കും, നീ എന്തിനാണ് എനിക്കെതിരെ സംസാരിക്കുന്നത്? അവർ പറയും, എല്ലാ വസ്തുക്കൾക്കും സംസാരശേഷി നൽകിയ അല്ലാഹു ഞങ്ങൾക്കും സംസാരശേഷി നൽകിയിരിക്കുന്നു. അല്ലാഹു പറയുന്നു, നിങ്ങൾ മറച്ചതെല്ലാം നിങ്ങളുടെ ശരീരം അന്ന് തുറന്നു പറയും. നാം ഇന്ന് നെഞ്ചോട് ചേർത്ത് സംരക്ഷിക്കുന്ന ഈ ശരീരം തന്നെ അന്ന് നമുക്കെതിരെയുള്ള ഏറ്റവും വലിയ സാക്ഷിയാകുന്ന നിമിഷം. ഇതിനേക്കാൾ വലിയൊരു നിസ്സഹായത വേറെയുണ്ടോ? അടുത്ത ഘട്ടം നിങ്ങളുടെ ജീവിതരേഖകൾ വിതരണം ചെയ്യപ്പെടുന്നതാണ്. കോടിക്കണക്കിന് രേഖകൾ വായുവിൽ പറന്നുവരും. ആകാശത്തുനിന്ന് മഴ പെയ്യുന്നതുപോലെ രേഖകൾ നിങ്ങളുടെ അടുത്തേക്കെത്തും. ലോകാവസാനം വരെയുള്ള ഓരോ സെക്കൻഡും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭാഗ്യവാന്മാരായ വിശ്വാസികൾക്ക് അത് വലത് കൈയിൽ ലഭിക്കും. അവർ ആനന്ദത്താൽ നിലവിളിക്കും, ഹാ ഉമുഖ്റുഊ കിതാബിയ, ഇതാ എൻ്റെ പുസ്തകം, നിങ്ങൾ വായിച്ചു നോക്കൂ. അവരുടെ മുഖം പൂർണ്ണ ചന്ദ്രനെപ്പോലെ തിളങ്ങും. നന്മകൾ നിറഞ്ഞ ആ പുസ്തകം കണ്ട് അവർ സ്വർഗത്തിൻ്റെ സുഗന്ധം അനുഭവിക്കും. എന്നാൽ നിങ്ങളുടെ പുസ്തകം ഇടത് കൈയിലോ അല്ലെങ്കിൽ പുറകിലൂടെയോ ആണ് വരുന്നതെങ്കിൽ അതോടെ നിങ്ങളുടെ കഥ അവസാനിച്ചു. അതാ, നിങ്ങളുടെ പുസ്തകം ഇടത് കൈയിൽ പതിക്കുന്നു. അത് നെഞ്ചു പിളർന്ന് പുറകിലൂടെയാണ് വരുന്നത്. എൻ്റെ പുസ്തകം എനിക്ക് ലഭിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് നിങ്ങൾ തല തല്ലി വിലപിക്കും.
ആ പുസ്തകത്തിൽ ഒരു ചെറിയ അണുവോളം തിന്മ പോലും വിട്ടുപോയിട്ടുണ്ടാകില്ല. ദുനിയാവിൽ വെച്ച് നിങ്ങൾ നിസാരമെന്ന് കരുതിയ കളിയാക്കലുകളും കള്ളങ്ങളും വരെ അവിടെ വലിയ അക്ഷരങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കും. നിങ്ങളുടെ രഹസ്യ ചിന്തകൾ പോലും അവിടെ അക്ഷരങ്ങളായിരിക്കും. അല്ലാഹു കൽപ്പിക്കും, നിന്റെ പുസ്തകം നീ തന്നെ വായിക്കുക. നിനക്കെതിരെ കണക്ക് നോക്കാൻ ഇന്ന് നീ തന്നെ മതി. ഓരോ വരിയും വായിക്കുമ്പോൾ നിങ്ങളുടെ ചങ്കിടിപ്പ് വർദ്ധിക്കും. ഓരോ നിഗൂഢ പാപവും നിങ്ങളുടെ കൺമുന്നിൽ ഒരു സിനിമ പോലെ തെളിയും. അന്ന് നിങ്ങൾ അല്ലാഹുവിന് എന്ത് മറുപടി നൽകും? തുടർന്ന് മീസാൻ സ്ഥാപിക്കപ്പെടും. നന്മയും തിന്മയും തൂക്കി നോക്കുന്ന നിമിഷം. വാക്കിനേക്കാൾ ഭാരമുള്ള നന്മകളും തിന്മകളും വേറെയില്ല. സൽസ്വഭാവത്തിനാണ് അന്ന് മീസാനിൽ ഏറ്റവും കൂടുതൽ ഭാരമുണ്ടാവുക. അന്ന് പലരും കർമ്മപരമായ പാപ്രർ അഥവാ മുഫ്ലിസായി മാറും. ഇത് മഹ്ശറയിലെ ഏറ്റവും വലിയ ദുരന്തമാണ്. ധാരാളം നിസ്കാരവുമായി വന്നവൻ അന്ന് പാപ്രനാകുന്ന കാഴ്ച സങ്കൽപ്പിച്ചു നോക്കൂ. ജീവിതകാലം മുഴുവൻ നിസ്കരിച്ചും നോമ്പെടുത്തും വന്ന നിങ്ങൾ ദുനിയാവിൽ വെച്ച് മറ്റൊരാളെ തെറി വിളിച്ചതിനും അപമാനിച്ചതിനും പകരമായി നിങ്ങളുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നന്മകൾ അന്ന് അവർക്ക് പകുത്തു നൽകേണ്ടി വരുന്നു. നിങ്ങളുടെ നന്മകൾ തീർന്നുപോയാൽ പരാതിക്കാരുടെ തിന്മകൾ നിങ്ങളുടെ തലയിലേക്കിടും. ആത്യന്തികമായി നിങ്ങൾ നരകത്തിലേക്കെറിയപ്പെടും. തഖ്വ എന്നത് കേവലം നിസ്കാരമല്ല, അത് മറ്റുള്ളവരോടുള്ള പെരുമാറ്റം കൂടിയാണെന്ന് അന്ന് നിങ്ങൾ ബോധ്യപ്പെടും. നിങ്ങളുടെ മാതാപിതാക്കളുടെ അവകാശം, അയൽക്കാരൻ്റെ അവകാശം, സുഹൃത്തുക്കളുടെ അവകാശം എല്ലാം അവിടെ തൂക്കി നോക്കപ്പെടും. 99 രജിസ്റ്ററുകൾ പാപങ്ങളാൽ നിറഞ്ഞു നിൽക്കുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ചെറിയൊരു തുണ്ട് കടലാസ് ആ മീസാനിൽ എങ്ങനെ അത്ഭുതം സൃഷ്ടിക്കുമെന്ന് നിങ്ങൾ കാണും. പർവ്വതങ്ങളോളം പാപങ്ങളുള്ളവനെ ഒരു ചെറിയ സത്യവാചകം രക്ഷിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടു നിൽക്കും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് നിങ്ങൾ ചൊല്ലിയ ഒരു ചെറിയ തസ്ബീഹ് പോലും അന്ന് ആ തട്ടിനെ താഴ്ത്തിയെങ്കിൽ എന്ന് നിങ്ങൾ കൊതിച്ചു പോകും. ഒരു ചെറിയ പുഞ്ചിരി പോലും അന്ന് വലിയൊരു നിധിയായി നിങ്ങൾക്ക് അനുഭവപ്പെടും. ആർക്കും ആരെയും സഹായിക്കാൻ കഴിയാത്ത ആ നിമിഷം. ദാഹം കൊണ്ട് നാവുകൾ വെന്തുരുകുന്ന നിങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദുൽ കൗസറിനടുത്തേക്ക് ഓടുകയാണ്. അവിടെ അവിടുന്ന് തൻ്റെ ഉമ്മത്തിനെ തിരിച്ചറിഞ്ഞ് കാത്തു നിൽക്കുന്നുണ്ടാകും. വുദൂ ചെയ്ത ഭാഗങ്ങളിലെ ശോഭ നോക്കി അവിടുന്ന് നമ്മെ സ്നേഹത്തോടെ വിളിക്കും. അവിടുത്തെ തൃക്കൈകൾ നമ്മെ നോക്കി നീളും. പാലേക്കാൾ വെളുത്ത, തേനേക്കാൾ മധുരമുള്ള, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള ആ വെള്ളം കുടിക്കാൻ നിങ്ങൾ കൈനീട്ടും. ഒരു തവണ കുടിച്ചാൽ പിന്നീടൊരിക്കലും ദാഹിക്കാത്ത ആ അമൃത്. എന്നാൽ പെട്ടെന്ന് മലക്കുകൾ നിങ്ങളെ ക്രൂരമായി തടഞ്ഞു നിർത്തും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകുലതയോടെ ചോദിക്കും, യാ റബ്ബ്, ഇവർ എന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണല്ലോ, അവർക്ക് വുദൂഇന്റെ അടയാളങ്ങളുണ്ടല്ലോ. അപ്പോൾ മലക്കുകൾ മറുപടി നൽകും, അങ്ങേക്ക് ശേഷം ഇവർ സുന്നത്തുകളിൽ മാറ്റം വരുത്തിയതും പുതിയ ആചാരങ്ങൾ ഉണ്ടാക്കിയതും അങ്ങ് അറിഞ്ഞില്ലല്ലോ. അവർ അങ്ങയുടെ പാതയിൽ നിന്ന് മാറി സഞ്ചരിച്ചു. അവർ അങ്ങയുടെ വാക്കുകളെ അവഗണിച്ചു. അവർ പള്ളികളെ വെറുത്തു. അന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറയും, സുന്നത്തുകൾ മാറ്റം വരുത്തിയവർ എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. ദുനിയാവിൽ മുസ്ലിമായി നടന്നിട്ടും ആഖിറത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അന്യരായി മാറ്റപ്പെടുന്ന ആ നിമിഷം എത്ര ഭീകരമായിരിക്കും. അവിടുത്തെ തൃക്കൈകളിൽ നിന്ന് വെള്ളം കുടിക്കാൻ കഴിയാത്തവൻ്റെ സങ്കടം പ്രപഞ്ചത്തെ വിറപ്പിക്കും. നിങ്ങളുടെ സുന്നത്ത് അവിടെ ശരിയായിരിക്കുമോ? അതോ നിങ്ങളും അവിടുന്ന് കൈവിടുന്ന കൂട്ടത്തിലാകുമോ? ആ കുളത്തിൻ്റെ വക്കിൽ നിങ്ങൾ നിരാശനായി നിൽക്കേണ്ടി വരുമോ? അവസാനമായി നരകത്തിന് മുകളിൽ സ്ഥാപിക്കപ്പെട്ട ആ പാലം സിറാത്ത്, മുടിനാരിഴയേക്കാൾ കനം കുറഞ്ഞ വാളിനേക്കാൾ മൂർച്ചയുള്ള പാലം. ദുനിയാവിലെ നിങ്ങളുടെ ജീവിതം എത്രയോ അത്രയും വേഗത്തിലേ നിങ്ങൾക്കത് കടക്കാനാവൂ. താഴെ നരകത്തിലെ അഗ്നി ആളിപ്പടരുന്നു. കറുത്ത പുക ആ പാലത്തെ മൂടി നിൽക്കുന്നു. നിങ്ങൾ ആ പാലത്തിൽ കാലെടുത്തു വയ്ക്കുമ്പോൾ നിങ്ങളുടെ ശരീരം വിറയ്ക്കുന്നു. ഓരോരുത്തർക്കും അവരവരുടെ ഈമാനിലെ വെളിച്ചത്തിനനുസരിച്ച് പാലം കടക്കാൻ സാധിക്കും. ചിലർക്ക് മലയോളം വെളിച്ചം, ചിലർക്ക് കാൽവിരൽ തുമ്പിൽ മാത്രം മിന്നിമറയുന്ന വെളിച്ചം. നിങ്ങൾ ആ പാലത്തിൽ ചുവടുവെക്കുന്നു. ഭയം കൊണ്ട് നിങ്ങളുടെ കാലുകൾ വിറയ്ക്കുന്നു. ചിലർ മിന്നൽ പോലെ കടന്നുപോകുന്നു. ചിലർ ഓടുന്ന കുതിരയെപ്പോലെ. ചിലർ ഓടിക്കടക്കുന്നു. ചിലർ വേച്ചു നടക്കുന്നു. ചിലർ നിലവിളിച്ചുകൊണ്ട് ഇഴയുന്നു. എന്നാൽ വെളിച്ചമില്ലാത്ത പാപികൾ ഇരുട്ടിൽ കാലിടറി താഴേക്ക് പതിക്കുന്നു. നരകത്തിലെ കൊളുത്തുകൾ അവരെ പിടിച്ചു വലിക്കുന്നു.
നരകത്തിൽ നിന്നുള്ള ആ ഭീകരമായ ഗന്ധം നിങ്ങളുടെ ശ്വാസം മുട്ടിക്കുന്നു. അതാ ചിലർ മുട്ടുകുത്തി ഇഴഞ്ഞു നീങ്ങുന്നു. നരകത്തിലെ തീജ്വാലകൾ അവരുടെ കാലുകളിൽ സ്പർശിക്കുന്നു. യാ അല്ലാഹ് എന്ന നിലവിളികൾ നരകത്തിൻ്റെ ഗർത്തങ്ങളിൽ നിന്നുയരുന്നു. പ്രവാചകന്മാർ അന്ന് പാലത്തിനരികിൽ നിന്ന് ദുആ ചെയ്യും, റബ്ബി സല്ലിം, റബ്ബി സല്ലിം, എൻ്റെ രക്ഷിതാവേ രക്ഷിക്കണേ. ആ പാലത്തിനപ്പുറം സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുമ്പോൾ അവിടെ എത്താൻ കഴിയാത്തവരുടെ വിലാപം പ്രപഞ്ചത്തെ വിറപ്പിക്കും. ഓരോ വീഴ്ചയുടെ ശബ്ദവും നിങ്ങളുടെ ഹൃദയത്തെ തകർക്കും. ആ പാലം കടന്നുകിട്ടുന്നവർ മാത്രം വിജയികൾ. അന്ന് നിങ്ങൾ ആരുടെ കൂടെയായിരിക്കും? ആ പാലത്തിനു മുകളിൽ നിങ്ങൾ തനിച്ചായിരിക്കും. നിങ്ങളുടെ കർമ്മങ്ങൾ മാത്രമായിരിക്കും കൂട്ടിനുണ്ടാവുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹ്ശറ എന്നത് വെറുമൊരു പ്രസംഗ വിഷയമല്ല. അത് ഞാനും നിങ്ങളും നാളെ എത്തിച്ചേരേണ്ട യാഥാർത്ഥ്യമാണ്. ഈ POV അനുഭവം ഒരു നിമിഷത്തെ നടുക്കമായി മാറരുത്, മറിച്ച് ജീവിതത്തിലെ മാറ്റമായി മാറണം.